നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ആർ.എസ്. ഞാൻ തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്, വൃക്കരോഗ വിദഗ്ധനാണ്. നമുക്കിന്ന് മൂത്രത്തിലെ പഴുപ്പ് എന്ന അസുഖം എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മൂത്രത്തിലെ പഴുപ്പ്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പക്ഷേ പലപ്പോഴും ഇത് നമ്മുടെ തെറ്റായ ചില ശീലങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. നമുക്കിത് ചില നമ്മുടെ ശീലങ്ങൾ മാറ്റുകയാണെങ്കിൽ ഈ അസുഖം ഒരുവിധം നമുക്ക് തടുക്കാൻ സാധിക്കും. മൂത്രത്തിലെ പഴുപ്പെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ 2 വൃക്കകളുണ്ട്. ആ വൃക്കകളിൽ നിന്നും യൂറിറ്റർ എന്ന് പറഞ്ഞ മൂത്രനാളി വഴി മൂത്രസഞ്ചിയിലെത്തി അവിടെ കളക്ട് ചെയ്തിട്ട് അത് യൂറിത്ര വഴി മൂത്രവാഹിനി വഴി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആ വൃക്കയിൽ നിന്നും മൂത്രം വരുന്ന മൂത്രനാളി തൊട്ട് മൂത്രസഞ്ചി, മൂത്രവാഹിനി, ഇവിടെ ഉണ്ടാകുന്ന എന്ത് അണുബാധയാണ് മൂത്രാശയ അണുബാധ അഥവാ മൂത്രത്തിലെ പഴുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് പറയുന്നത് അപ്പർ യൂറിനറി ഇൻഫെക്ഷൻ, അതായത് വൃക്കകളെയും ആ യൂറിറ്ററിനെയും ബാധിക്കുന്ന അണുബാധയും, താഴെ ലോവർ യൂറിനറി ഇൻഫെക്ഷൻ, അതായത് മൂത്രാശയ സഞ്ചിയും അതിന് താഴോട്ടുള്ള അണുബാധയും. ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതനുസരിച്ച് വ്യത്യാസമാണ്. താഴെയുള്ള മൂത്രസഞ്ചിയും താഴോട്ടും ബാധിക്കുമ്പോൾ എങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാവും? ഒരു സാധാരണ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയൊരു തരിപ്പ്, ചെറിയൊരു ചൂട്, ചെറിയൊരു അടിവേറ് വേദന, ഒരു ചെറിയ പനി, ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ വൃക്കകളെ, അതിൻ്റെ മുകളിലോട്ട് അണുബാധ വൃക്കകളെയൊക്കെ ബാധിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നല്ല പനി വരും, മറ്റ് ലക്ഷണങ്ങൾ കാണും. അതോടൊപ്പം നല്ല പനി വരും, നല്ല വിറയിൽ പനി, അതിശക്തമായ അടിവേറ് വേദന. ഇത് വരുമ്പോഴാണ് വൃക്കകളിലോട്ട് ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുണ്ടാകുന്ന തരിപ്പ്, അടിവേറ് വേദന, പനി, വിറയൽ, ഛർദിൽ തുടങ്ങിയവയാണ് മൂത്രത്തിലെ പഴുപ്പിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെ ലക്ഷണം കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു ഡോക്ടറെ, മൂത്രത്തിലെ പഴുപ്പിനെ നമ്മൾ അടുത്തൊരു ഡോക്ടറിനെ കാണിച്ചാൽ മതി. ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂത്രത്തിൽ പസൽസ് കാണും. എത്ര പഴുപ്പ്, സാധാരണഗതിയിൽ ഒരു 5 പസൽസ് വരെയൊക്കെ ഉണ്ടാവാം. അതിനപ്പുറം പസൽസ് ഉണ്ട്, 15, 20 ന്യൂമറസ്. ഇങ്ങനെ പഴുപ്പുണ്ടെങ്കിൽ അതിനർത്ഥം അത് മൂത്രത്തിലെ പഴുപ്പ് തന്നെയാണ്. പിന്നെ സാധാരണഗതിയിൽ ഡോക്ടർ നിങ്ങളെടുത്ത് ടോട്ടൽ കൗണ്ട്, ഇൻഫെക്ഷനുള്ള ടോട്ടൽ കൗണ്ട്, അതൊക്കെ നോക്കാൻ പറയും. അപ്പം ടോട്ടൽ കൗണ്ട് കൂടുതലാണ്, ഇൻഫെക്ഷൻ ഉണ്ട്, ഈ മേളിൽ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഗുളിക കഴിക്കുമ്പോൾ തന്നെ ഇത് സാധാരണ മാറുന്നതാണ്. ഇനി എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് വൃക്കകളിൽ പല കല്ലുകളോ അങ്ങനെ വൃക്കകളുടെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാവുക, മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുക, മൂത്രനാളിൽ തടസ്സം ഉണ്ടാവുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മൂത്രത്തിലെ പഴുപ്പുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നമുക്ക് ഡയബറ്റീസ്, ഷുഗർ, അങ്ങനെയുള്ള സ്ഥിരമായ അസുഖങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴേക്കും ഈ അസുഖം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളുണ്ടാകുമ്പോൾ വൃക്കകളിൽ കല്ലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ അത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക്കാണ്, ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ അത് മാറും. അത് സാധാരണ ഇതിൽ മാറുന്നതാണ്. ലക്ഷണം ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് വൃക്കകളിലോട്ട് പഴുപ്പ് ബാധിക്കുകയും അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലോട്ട് മാറുകയും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സായ ഷുഗർ ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഷുഗർ നല്ല പ്രമേഹ വൃക്ക രോഗികൾ ഷുഗർ വളരെയധികം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. പിന്നെ ഉള്ളത്, മൂത്രം ഒഴിക്കുന്ന ഭാഗമെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അവിടെയെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അവിടെ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ഫംഗൽ അണുബാധയോ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. അത് വളരെ എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്, ബെഡ്റൂം അവിടെ ഫംഗലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിൻ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വന്തം ബെഡ്റൂമിൽ ഡോറൊക്കെ അടച്ചതിന് ശേഷം കുറച്ച് കാറ്റ് കൊള്ളിപ്പിച്ചാൽ മതി. അതൊരു ടേബിൾ ഫാൻ വെച്ച് കാറ്റ് കൊള്ളിക്കുമ്പോൾ തന്നെ അവിടുത്തെ പല അണുബാധകളും മാറി വരികയാണ് സാധാരണ പതിവ്. എന്തുകൊണ്ട് ഈ അണുബാധ ഉണ്ടാകുന്നത്? കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടാണ് മൂത്രത്തിലെ പഴുപ്പുണ്ടാകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറിയൊരു മൂത്രത്തിലെ അണുബാധയ്ക്ക് ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുക, കൗണ്ട് നോർമൽ ആണെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഗുളിക കഴിക്കുക. ഇനി അഥവാ കൗണ്ട് കൂടുതലാണ്, വിറയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ സാധാരണ ഒരു കിഡ്നിയുടെ ടെസ്റ്റ്, ക്രിയാറ്റിൻ എന്ന ടെസ്റ്റ് ഉണ്ട്. കിഡ്നിക്ക് എന്തെങ്കിലും തയ്യാറുണ്ടോ എന്നുള്ളത് ക്രിയാറ്റിൻ, അത് നോക്കുക. അത് നോർമൽ അല്ലെന്നുണ്ടെങ്കിൽ അത് വേറെ പല കാര്യങ്ങളും നോക്കേണ്ടി വരും. പിന്നെ ഉള്ളത് വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കും. വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും. ഇത് ആദ്യത്തെ തവണ. വീണ്ടും വരുന്നതിനെ റെക്കറൻറ്റ് യൂറ്റി എന്ന് പറയും. വീണ്ടും വരുന്നതിന് അതിന് നമ്മൾ എന്തുകൊണ്ട് ഇത് വരുന്നെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ചിലർക്ക് മൂത്രത്തിൽ എപ്പോഴും പഴുപ്പ് കാണും, പക്ഷേ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. കൾച്ചർ ചെയ്യുമ്പോഴും ഒന്നും
ബാക്ടീരിയ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പുണ്ട്. ചിലർക്കാണെങ്കിൽ എപ്പോഴും കൾച്ചർ ചെയ്യുമ്പോൾ ബാക്ടീരിയ കിട്ടും, പക്ഷേ അത് വരുമ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. അപ്പോൾ അതിനെ അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്നും സാധാരണഗതിയിൽ ചികിത്സ ചെയ്യാറില്ല. എത്ര കൾച്ചർ ചെയ്താലും ബാക്ടീരിയ കിട്ടത്തില്ല, പക്ഷേ എപ്പോഴും പസൽസ് കാണും. അത് പലപ്പോഴും TB, അതായത് TB നമുക്ക് പലരുടെ ഉള്ളിലുണ്ടാവും, പക്ഷേ ചില അവയവങ്ങൾ ചില സമയങ്ങളിൽ ബാധിക്കും. മൂത്രത്തിലെ TBയിലെ ലക്ഷണമാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിന് അതൊക്കെ ഡോക്ടർമാർ നോക്കി ചെയ്തോളും. നമ്മൾ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ വച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടർമാരെ കാണിച്ച് അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എവാലുവേഷൻ നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മൂത്രത്തിലെ പഴുപ്പെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ കാണുന്ന അസുഖമാണ്. അത് നമ്മുടെ കുറച്ച് നമ്മൾ ആദ്യം നേരത്തെ കണ്ടെത്തിയ പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് പോകത്തില്ല. കുറച്ച് നമ്മുടെ ശീലങ്ങൾ മാറ്റുകയാണെങ്കിൽ നമുക്കതിനെ ഒരു പരിധിവരെ തടുക്കാൻ സാധിക്കും.